ഹൈദരാബാദ് സിറ്റിയിലെ എയർപോർട്ടിൽ നിന്നും ഉള്ള ബ്യൂട്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല രസമല്ലേ നോക്കി. ഈവനിങ് ഒരു സൗന്ദര്യമാണല്ലേ, ഒരു വല്ലാത്തൊരു സൗന്ദര്യം. സൂര്യൻ അവിടെ എവിടെയോ ഉണ്ട്. പുള്ളി അപ്പുറത്തുനിന്ന് ചുമപ്പ് കളറിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. മധുര സ്വപ്നങ്ങൾ നേർന്ന നെയ്തെടുത്ത യാത്രയുമായി നമ്മൾ പുത്തൻ ലോകങ്ങളുടെ കാണാമറയത്തെ കാഴ്ചകളിലേക്ക്. ഇവിടുന്ന് സൂര്യാസ്തമയം ഇവിടെ കാണുന്നു കേട്ടോ. യെസ്, പിന്നെ സൂര്യാസ്തമയം നമ്മൾ ഗോവയിൽ നമ്മൾ പല സൂര്യാസ്തമയങ്ങളെടുത്തു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നൈസായിട്ടൊന്നും കിട്ടും നോക്കട്ടെ. ചുമപ്പ് ചക്രവാളത്തിൻ്റെ കളറാണ് നമുക്കിവിടെ കിട്ടിയത് അല്ലേ. കുഴപ്പമില്ല, നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ദൂരങ്ങളിലേക്ക്. ഓക്കെ, അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ ഹൈദരാബാദ് സിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കാറായി. ഇത് ഹൈവേ ഡിവൈഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഈ ജഗ നാം കെ ശംഷാബാദ്. ഈ ഏരിയയിലേക്ക് വരുന്നുള്ള ആദ്യത്തെ ടോള് നമ്മൾ വിജയകരമായി കടക്കുന്നു. യെസ്, ടോളൊക്കെ കടന്ന് ശ്രീശൈലം, വിജയവാഡ, വാരങ്കൽ, വിക്രമാബാദ്, കൊച്ചിപ്പോലി, നാഗ്പൂർ ഒക്കെ പോകുന്ന വഴി ആണിത്. നേരെ ലെഫ്റ്റ് ഹാൻഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ്ങിലേക്ക് പോകാം. അങ്ങനെ നാഗ്പൂർ വരെ പോകും. കർണൂലും ബാംഗ്ലൂരൊക്കെ നേരെ ഉണ്ടോ. ഈ റൂട്ട് പോയാൽ നേരെ പോയാൽ ബാംഗ്ലൂർ എത്തും. നമ്മൾ നേരെ സിറ്റിയിലേക്ക് പോകും. സുന്ദര ദൃശ്യങ്ങളല്ലേ നോക്കി. റോഡ് ട്രിപ്പ്. ഇതുവരെ അങ്ങനെ വലിയ ബ്ലോക്കൊന്നും കണ്ടില്ല ഫ്രണ്ടിൽ. ഒരുപക്ഷെ എല്ലാം കൂടി ചേർത്തിട്ട് വരാനായിരിക്കും. അടിപൊളി. വളഞ്ഞ് നമ്മൾ വേറെ റോഡിലേക്ക് അങ്ങ് കയറി. ഹൈവേ കൂടെ നമ്മൾ മുന്നോട്ട് പോകും. കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നല്ലൊരു മനോഹര വ്യൂ കണ്ടു. അപ്പോൾ നമ്മളൊന്നും കൂടി 11 kV ലൈനോടെ പോയിക്കുന്ന രീതി ഉണ്ടാവും. നമ്മൾ മുംബൈയിൽ നിന്ന് കണ്ടപ്പോൾ 11 kV വേറൊരു രീതിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ വേറെ രീതിയാണ്. പക്ഷെ ഇവിടെ 11 kV പോകുന്ന വേറൊരു തരത്തിലുള്ള എന്ത് ബ്യൂട്ടി ആയിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കണം അല്ലേ. നല്ല രസമുണ്ടല്ലേ. അടിപൊളി റോഡല്ലേ. ഇത് മുംബൈ പോകുന്ന ഹൈവേ ഉണ്ടോ. ഇത് ഫോറിൻ കൺട്രിയിൽ വന്നിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഹൈദരാബാദ് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. രസമാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലം കാണുന്നവരെ. അപ്പം അടുത്ത വ്യൂ നമുക്ക് ഏതാ നോക്കാം. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. പക്ഷെ അവിടെ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവമായിരിക്കുന്നു. പക്ഷെ അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ അവിടെ ലൈറ്റ് ഇട്ട് അങ്ങനെ കണ്ടിട്ട് തന്നെ നമുക്കൊരു മാതിരി
കൊതിയായി പോയി. ഒരു ഭയങ്കര വലിയ ബിൽഡിങ്ങുകളൊക്കെ കെട്ടിപ്പൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര സംഭവമാണ് വേണ്ട. ഇവിടെ നമുക്ക് കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാനുണ്ട്. എന്തായാലും ചാർമിനാർ പോകണം, രാമോജി റാവു ഫിലിം സിറ്റി പോകണം, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പോവും. രസമല്ലേ? ഓരോ സ്ഥലത്തെയും ഒരു ബിൽഡിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആ ഒരു ഫീല് ഓരോ തരത്തിലാണല്ലേ. ഇവിടെ ഈവനിങ് ലൈറ്റപ്പ് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടാവും. നല്ല രസമുണ്ടല്ലേ. റിസോഴ്സ് പോകണുണ്ടോ ആ റോട്ടിൽ കൂടെ? നമ്മൾ അടുത്ത ചോളിലേക്ക് എത്തുന്നു. നൈസല്ലേ? നമ്മൾ കാണാത്ത ടോളൊന്നുമല്ല, പക്ഷേ ആ ടോളിലേക്ക് വന്ന് ചെല്ലുന്ന സ്ഥലം, അവിടെയുള്ള ആ പുറത്തുള്ള കാഴ്ചകൾ നമുക്കൊരു പുതുമ നൽകുന്ന കാഴ്ചകളായിരുന്നു. അതാണ് അതിൻ്റെ രസം. അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നല്ല രസമുള്ള ഒരു ഏരിയ. നല്ല ഫ്രെയിം കാണുമ്പോൾ അപ്പോൾ മൊബൈൽ എടുത്ത് ഓൺ ചെയ്യും, ഷൂട്ട് ചെയ്യും. അതെന്നെ പരിപാടി. ക്യാമറ അങ്ങ് ഓൺ ചെയ്തങ്ങ് വെച്ചാൽ അങ്ങനെ അങ്ങനെ പോകും. നൈസല്ലേ? എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് നോക്കി. കക്കാട്ടിപ്പള്ളി എന്തൊക്കെയോ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ബിൽഡിങ്ങിനും ഓരോ ഷേപ്പൊക്കെ കൊടുത്തിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. ഹൈവേയുടെ സെൻറ്ററിൽ കൂടെ ഒരുത്തൻ ബൈക്കിൽ പോകണോ? അവനറിയില്ലല്ലോ ഇത് ഇതൊക്കെ. അടിപൊളിയല്ലേ? രസം. ഇതിൻ്റെ കാല് നമുക്ക് അടുത്ത് നോക്കാം. ഇതാണ് എൻ്റെ കാല്. അവിടുന്ന് മുതൽ ഇവിടെ വരെ ആ പൂക്കൾ, ആ ചെടികൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കാട് പിടിച്ച് പോകുന്നത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് വച്ച് പിടിപ്പിച്ചൊന്നും മോശമാക്കി കളഞ്ഞിട്ടില്ല. ഗ്രോവിങ് ഗ്ലോബൽ. നമുക്ക് സാധാരണ ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും നല്ലൊരു എൻഡ് കിട്ടാറുണ്ട്. ക്ലൈമാക്സ് കിട്ടും. എവിടെ പോകാൻ? അവിടെ കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. Foods, H ഹോസ്പിറ്റൽ. ഇവരെ കൺസ്ട്രക്ഷൻ്റെ ഒരു രസം അതൊരു വേറെ തരത്തിലാണ് ഉണ്ടാവും. നാളെ മുംബൈയിലും ബാംഗ്ലൂരും കണ്ട രീതിയിലല്ല ഇവരുടെ കൺസ്ട്രക്ഷൻ. ഇവരുടെ കൺസ്ട്രക്ഷൻ ഒരു US മോഡലാണ്.
മൈൻഡ് സ്പേസ്, ദുർഗം ചെറു, അങ്ങനെയൊക്കെയാണ് സ്ഥലത്തിൻ്റെ പേരല്ലേ. വായി കൊള്ളല്ല കേട്ടോ, ചെറു നീളം കൂടിയ പേരല്ലേ. മൈൻഡ് സ്പേസ് വന്നു, മറ്റേത് വന്നില്ല. मेट्रो स्टेशन क्या है आगे ये ब्रिज का के लिए डायरेक्ट आउटर रिंग रोड से सिटी में जा रहे റോഡേ മേൽപ്പാലമാണോ അവിടെ പറയുന്നത്? മറ്റേ ഇതല്ല, ഞാൻ വിളിച്ച മെട്രോ ആയിരിക്കും വിചാരിച്ചു. സ്കൈ സിറ്റി. കൊള്ളാം അല്ലേ? ഓഫീസ് സ്പേസ് ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. റിയൽ എസ്റ്റേറ്റ് ചെയ്യാനവർക്ക് ഉപകാരപ്പെടും കേട്ടോ. ഹൈദരാബാദിൽ വല്ലതും റൂം വല്ലതും ഉണ്ടോന്നുള്ള അന്വേഷിക്കുന്നത് എന്നോട് എല്ലാവരും നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി. എന്താ നല്ല നല്ല ബിൽഡിങ്ങൾ ഇങ്ങനെ പൊക്കി താളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രിഡ്ജിൽ കൂടെ യാത്ര, മേൽപ്പാലം നൈസുണ്ടോ, അടിപൊളി ബിൽഡിങ്, ഫുൾ അങ്ങോട്ട് ലൈറ്റ് ഇട്ടിട്ടേ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനൊരു ബിൽഡിങ് എങ്ങും കണ്ടില്ല കേട്ടോ, അടുത്തെങ്ങും. ഇങ്ങനെ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഹൈദരാബാദ് വെറുതെ അല്ല കേട്ടോ, ഹൈദരാബാദിന് വേറൊരു മുഖമുണ്ടേ, നൈസുമാണത്, അടിപൊളി വെച്ചാലേ. നമ്മൾ മുംബൈ കണ്ടതിൻ്റെ വേറൊരു ലെവലാണ്. മുംബൈയുടെ കൺസ്ട്രക്ഷൻ ഒരു UAE ഒരു മിഡിൽ ഈസ്റ്റ് ടൈപ്പിലുള്ളൊരു കൺസ്ട്രക്ഷനാണ്. പക്ഷെ നമുക്ക് ഇവിടെ കാണുന്നത് ഒരു US മോഡലുള്ള കൺസ്ട്രക്ഷനാണ്. അടിപൊളി. എന്താ അത് കാണിച്ചു വെച്ചേക്കണേ? ചെറിയ ബിൽഡിങ്സിലൊന്നുമല്ല, ഫുൾ ലൈറ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ. ഈവനിങ് ഫ്ലൈറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ കണ്ടു പോകാം മനസ്സ് മടുക്കാത്ത കാഴ്ചകളുമായി നമ്മൾ ഹൈദരാബാദ് സിറ്റിയിലൂടെ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രെയിം പിടിച്ചിങ്ങനെ പോവാം. ഇവിടെ ഐക്കിയ ഇക്ക എന്നൊക്കെ കളിക്കാം. ഇത് ഇവിടുത്തെ ഒരു പർച്ചേസ് സെൻ്ററാണ്, ഒരു ഫർണിച്ചറിൻ്റെ ഏറ്റവും വലിയ ഷോറൂമാണ്. നല്ല അടിപൊളി ഫർണിച്ചറുകൾ. मेट्रो स्टेशन है, यहाँ से चालू है मेट्रो? हाँ चालू है सर. नहीं यहाँ से चालू हो रहा है ना मेट्रो स्टेशन? ഇവിടെ നിന്നാണ് മെട്രോ തുടങ്ങുന്നത്. മെട്രോ സ്റ്റേഷൻ ഇവിടെ നിന്ന് തുടങ്ങും. സ്റ്റേഷൻ का नाम क्या है? रायदुर्ग, सिंक्रोनी रायदुर्ग. सिंक्रोनी रायदुर्ग. ഓക്കെ. അപ്പോൾ സിറ്റിയിലെ ട്രാഫിക് ഇവിടെ നിന്ന് മുതൽ ആരംഭിക്കും.
അപ്പം നമുക്ക് ഈ ട്രാഫിക്കിൽ നല്ല രസമുള്ള സംഭവങ്ങൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ക്യാമറ എടുക്കും, ഓൺ ചെയ്യും, ഷൂട്ട് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ താമസ സ്ഥലത്തിലേക്ക് എത്താനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ പതിയെ പതിയെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ താമസിക്കുന്നത് നമ്മുടെ ഹോളിഡേ ഇൻ, അവിടെയാണ് നമ്മുടെ ഹൈദരാബാദ് താമസം. അപ്പം നമുക്കിവിടെ ഒരു ഓഫറിൽ കിട്ടി, അത് ആക്ച്വൽ റേറ്റിലല്ല, നമുക്കൊരു 40% ഡിസ്കൗണ്ടൊക്കെ കിട്ടി. അപ്പോൾ നമ്മളിന്നിവിടെ സ്റ്റേ ആണ് 2 ദിവസത്തേക്ക് വേണ്ടി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് റൂമിലെത്തിയതിന് ശേഷം നമുക്ക് ഹോട്ടൽ വിശേഷങ്ങൾ പിന്നീട് കാണാം. അപ്പോൾ ഹൈദരാബാദ് വിശേഷങ്ങൾ തുടരും വരും എപ്പിസോഡുകളിൽ. കൂടുതൽ ഡീറ്റെയിൽസ്. ബൈ.